ലക്ഷ്മി, താനൊരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് നടക്കുമെന്ന് തോന്നുന്നില്ലടോ, രാജീവ് പറഞ്ഞു. ഓ, അത് ഞാൻ പറയുമ്പോഴേ അറിയായിരുന്നു ഒന്നും നടക്കില്ലെന്ന്. അല്ല, ഇതിപ്പോൾ എന്താ പുതിയൊരു കാരണം? ലക്ഷ്മി ചോദിച്ചു. അത് അടുത്ത ദിവസം ഞങ്ങളൊരു ബിസിനസ് ട്രിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകും. വരവും ചിലവും ഒക്കെ കമ്പനി നോക്കിക്കോളും. എങ്കിലും നമുക്ക് ചിലവുകൾ ഉണ്ടാകില്ലേ? ഓ, അപ്പോൾ നിങ്ങൾ പോയി അടിച്ചു പൊളിക്ക്. നമ്മുടെ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം, ലക്ഷ്മി പറഞ്ഞു. ഓക്കേടോ, താൻ വേണമെങ്കിൽ ഞാൻ പോയി വരുന്നവരെ തൻ്റെ വീട്ടിൽ പോയി നിന്നു, രാജീവ് പറഞ്ഞു. ഏയ്, അതൊന്നും സാരില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇവിടെ കുറച്ച് മനസ്സമാധാനം കിട്ടും. അങ്ങോട്ട് പോയാൽ അമ്മയുടെ വക ഓരോ ചോദ്യങ്ങളാ. എന്താ കുഞ്ഞാവാത്തത്, നമ്മളതിന് ശ്രമിക്കുന്നില്ലേ എന്നൊക്കെ. ആ, അതൊന്നും താൻ കാര്യമാക്കണ്ട. പഴയ ആളുകളല്ലേ. എന്തായാലും ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ശരിയടോ? ശരി ഏട്ടാ. ഇപ്പോൾ നിങ്ങൾക്ക് കഥാനായികയെ പിടികിട്ടിക്കാണും അല്ലേ? ഒരു വലിയ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായ രാജീവ് മോഹൻ്റെ ഭാര്യ ലക്ഷ്മി നായരാണ് നമ്മുടെ കഥയിലെ നായിക. നായകൻ രാജീവല്ല. ഏകദേശം 4 വർഷം മുമ്പാണ് രാജീവ് ലക്ഷ്മി വിവാഹം കഴിക്കുന്നതിൽ. ലക്ഷ്മി ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരി കുട്ടിയാണ്. ഡിഗ്രി കഴിയുന്നവരെ പ്രണയബന്ധങ്ങളൊന്നും തന്നെ അവൾക്കുണ്ടായിട്ടില്ല. ധാരാളം പ്രണയ അഭ്യർത്ഥനകൾ ഉണ്ടായെങ്കിൽ പോലും അവൾ വീട്ടുകാരോടുള്ള ഭയം മൂലം പഠനത്തോടുള്ള താല്പര്യം കൊണ്ടും അഭ്യർത്ഥനകളെല്ലാം നിരസിച്ചു. ശരിക്കും രാജീവിന് ഈ ബന്ധം ഒരു ലോട്ടറി ആയിരുന്നു. ലക്ഷ്മി നല്ല അടക്കവും ഒതുക്കവുമുള്ള, ആരെ കണ്ടാലും മോഹിച്ചു പോകുന്ന നല്ല നാടൻ പെണ്ണായിരുന്നു. അവളുടെ അഴക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. എന്നാൽ രാജീവ് ഒരു ശരാശരി യുവാവായിരുന്നു. പറയത്തക്ക ഒന്നും തന്നെ അവനില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടിങ് ടോങ്, കോളിംഗ് ശബ്ദം. ലക്ഷ്മി വന്ന് വാതിൽ തുറന്നു. ആരാ? ലക്ഷ്മി ചോദിച്ചു. രാജീവില്ലേ അകത്ത്? ആ അതിഥി അവളോട് ചോദിച്ചു. ഇല്ലല്ലോ, എന്താ കാര്യം? ഞാൻ പണ്ട് രാജീവിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. പേര് റഫീഖ്, അയാൾ പറഞ്ഞു. അയ്യോ, രാജീവേട്ടനില്ലല്ലോ, ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കാം. അത് പ്രശ്നമില്ല. ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. ഇന്ന് നാട്ടിൽ വന്നപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുപോവാന്ന് കരുതി വന്നതാ. രാജീവിൻ്റെ വൈഫാണല്ലേ? ലക്ഷ്മി എന്നല്ല പേര്? അയാൾ ചോദിച്ചു. ആ അതെ, എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഞാൻ തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ വെച്ച് കണ്ടിരുന്നു. ഓർമ്മയില്ലേ വിനോദിൻ്റെ? പിന്നെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഓ, ലക്ഷ്മി അയാളെ ശരിക്കും നോക്കി. അയാളുടെ ഒറ്റ നോട്ടത്തിൽ മലയാളിയാണെന്ന് തോന്നില്ല. ഒരു അറബി ലുക്കാണ്. വളരെ ആരോഗ്യവാനാണ്. 6 പാക്ക് ബോഡിയുമുണ്ട്. അയാൾ ധരിച്ച ഷർട്ടിൽ മസിലുകൾ നല്ല വ്യക്തമായി കാണാം. എന്നാൽ അതിലൊന്നും തന്നെ ലക്ഷ്മി പതറിയില്ല. എങ്കിൽ ഞാൻ പോട്ടെ, ഇനി ഒരിക്കൽ വരാം, റഫീഖ് പറഞ്ഞു. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വിരോധമില്ലെങ്കിൽ ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പോകാം. ആ ആയിക്കോട്ടെ, ഷുഗർ ഒട്ടും വേണ്ടട്ടോ, ഞാൻ ഷുഗർ ഫ്രീ ഡയറ്റിലാണ്, റഫീഖ് പറഞ്ഞു. ആ ആയിക്കോട്ടെ, കയറിയിരിക്കും. റഫീഖ് കയറി ഹോളിലെ സോഫയിലിരുന്നതും തിരിഞ്ഞടക്കുന്ന ലക്ഷ്മിയെ അവൻ നോക്കി നിന്നു. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, അയ്യോ, ഇവളെന്ത് സുന്ദരിയാ, ഒരു ഹൂറ് തന്നെ. അന്ന് കല്യാണത്തിന് വെച്ച് കണ്ടെങ്കിലും ഇവളെ നന്നായി നോക്കാൻ എപ്പോഴാണ് സാധിച്ചത്? രാജീവ് ഒരു പൊട്ടൻ തന്നെ, അവൻ്റെ ഒരു യോഗം. അതോടുകൂടി തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി എന്ന ആ ചിന്ത അവൻ മറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ഈ വരവിന് പിന്നിൽ ലക്ഷ്മിയെ കാണുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മുമ്പ് ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ അവൻ്റെ മനസ്സിൽ ഒരു മിന്നലടിച്ചതാണ്. അല്പം കഴിഞ്ഞ് ഒരു കപ്പ് കോഫിയുമായി ലക്ഷ്മി എത്തി. അത് അവന് കൊടുത്ത ശേഷം എതിർവശത്തെ സോഫയിലേക്കിരുന്നു. റഫീഖ് കോഫി അല്പം നുകർന്നുകൊണ്ട്, ആഹാ, നല്ല കോഫി. കുറേ നാൾ കൂടിയാ ഇത്രയും നല്ല കോഫി കുടിക്കുന്നേ. പക്ഷേ മധുരം ചേർക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ? അയ്യോ, ഞാൻ ഒട്ടും മധുരം ചേർത്തിട്ടില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. ഓ, അപ്പം ഇതുണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യമായിരിക്കും, അതും പറഞ്ഞ് അവൻ ചിരിച്ചു. എന്നാൽ ആ കമൻ്റ് ലക്ഷ്മിക്ക് അത്ര രസിച്ചില്ല.
അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. താൻ ഇതുവരെ കണ്ടിരുന്ന പോലെ ഒലിപ്പിക്കുമ്പോഴേക്കും അതിൽ വീഴുന്ന തരത്തിലുള്ള പെണ്ണല്ലേ ലക്ഷ്മി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതവനിൽ കൂടുതൽ ആവേശം പകർന്നു. നിങ്ങളുടെ ഫാമിലിയൊക്കെ? ലക്ഷ്മി ചോദിച്ചു. ഉപ്പ ഉമ്മ അവരൊക്കെ വീട്ടിലുണ്ട്. പിന്നെ ഇത്തയുടെ കല്യാണം കഴിഞ്ഞതാ. നിങ്ങളപ്പോൾ മാരീഡ് അല്ലേ? ഏയ്, അതിനൊന്നുമുള്ള സമയം കിട്ടിയില്ല. കല്യാണത്തിൻ്റെ പ്രായത്തിലൊക്കെ വിദേശത്ത് പട്ടിപ്പണിയായിരുന്നു. പിന്നെ ഇപ്പോൾ നാട്ടിൽ ഒരു റിസോർട്ട് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോവാം. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നിക്കായിൻ്റെ കാര്യം. എങ്കിലും മനസ്സിന് പിടിച്ച ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? ഓക്കെ, എന്തായാലും ഒരു നല്ല കുട്ടിയെ കിട്ടട്ടെ, അവൾ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി, ഞാൻ രാജുവേട്ടൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്കാം നിങ്ങൾ വന്ന കാര്യം. ആ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത്രയും പറഞ്ഞ് റഫീഖ് വീട്ടിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുമ്പോൾ വീടിൻ്റെ മുറ്റം വരെ തന്നെ യാത്ര അയക്കാനായി വന്നു നിൽക്കുന്ന ലക്ഷ്മിയെ മിറർ ഗ്ലാസ്സിലൂടെ നോക്കി. ആ സമയം റഫീഖിന് അവളോട് പ്രണയവും മറ്റെന്തോവും പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിരുന്നു. റഫീഖ് പോയതിനു ശേഷം ലക്ഷ്മി രാജീവിന് ഫോൺ വിളിച്ചു. രാജീവ് കോളെടുത്തു. ഹലോ ലക്ഷ്മി, പറയടോ, എന്താ വിളിച്ചേ? രാജീവ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, വെറുതെ വിളിച്ചതാ. അവിടെ എന്താ പരിപാടി? ഞാൻ ഇന്നലെ തൊട്ട് ട്രൈ ചെയ്യായിരുന്നു, എന്തോ ബിസി ആയിരുന്നല്ലോ. എടോ ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് തിരിയാൻ ടൈമില്ല, അത്രയ്ക്ക് ബിസിയാ. ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയത്. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, ഞാനിവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളിൽ നിന്നും സാൻഡ്വിച്ച് കഴിച്ചു. നീ വല്ലതും കഴിച്ചോ? രാജീവ് ചോദിച്ചു. ഒന്നും കഴിക്കാൻ തോന്നില്ല. എനിക്ക് വേണ്ടി മാത്രമായിട്ട് കുക്ക് ചെയ്യാനും തോന്നില്ല. കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ആ എങ്കിൽ ശരിയോടോ, ഞാനിവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. താൻ ആഹാരം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞിട്ടും തനിക്ക് ഏകാന്തതയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും തൻ്റെ ഭർത്താവ് അതേപ്പറ്റി കൂടുതലൊന്നും തിരക്കാത്തതുമെല്ലാം അവളെ വേദനിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ അതെല്ലാം അവൾക്ക് ശീലമാണ്. ഫോൺ കട്ട് ചെയ്യാൻ പോയ രാജീവിനോട് അവൾ തിടുക്കത്തിൽ പറഞ്ഞു. അയ്യോ ഏട്ടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഏട്ടൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ തിരക്കി വന്നായിരുന്നു. കൂട്ടുകാരനോ? അതാരാ? രാജീവ് ചോദിച്ചു. റഫീഖ് എന്ന അയാളുടെ പേര് പറഞ്ഞത്. മുമ്പ് ഏട്ടൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താണെന്നും പറഞ്ഞു. അവനോ? ഇപ്പോൾ കുറേ കാലമായി ഞാനും അവനും ഒരു കോണ്ടാക്റ്റുമില്ല. ഇപ്പോൾ പെട്ടെന്ന് അവൻ എങ്ങനെയാ എന്നെ ഓർമ്മ വന്നത്? രാജീവ് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആളിവിടെ വന്ന് ഒരു കപ്പ് കാപ്പിയും കുടിച്ചിറങ്ങി ഇന്ന് രാവിലെ. വല്ല ക്യാഷ് ചോദിക്കാനോ മറ്റുമാവും, രാജീവ് പറഞ്ഞു. ആൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ല. വിദേശത്തായിരുന്നു കുറേ കാലം. ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി സ്വന്തം സിറ്റിയിൽ റിസോർട്ട് വാങ്ങിയെന്ന കേട്ടത്. അവനോ? ഇത്രയും വേഗം അവൻ എങ്ങനെ ഈ നിലയിലെത്തി? അവന് വിദേശത്ത് വല്ല കള്ളക്കടത്തും ഉണ്ടായിരുന്നോ? ആർക്കറിയാം. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്തിനാ? ലക്ഷ്മി പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ വെക്കുക. ശരി ഏട്ടാ. ഫോൺ വെച്ച ഉടനെ രാജീവ് ലക്ഷ്മി റഫീഖിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. അവൻ്റെ മനസ്സിൽ അസൂയ പൊട്ടിമുളച്ചു. രാജീവിനെന്നും വേറെന്തിനേക്കാളും ആർത്തി പണത്തിനോടായിരുന്നു. പണ്ട് ഇതേ റഫീഖ് തയ്യാറാക്കിയ പ്രൊജക്റ്റ് അവൻ പോലും അറിയാതെ കൈക്കലാക്കി ജോലിയിൽ പ്രൊമോഷൻ നേടിയെടുത്തവനാണ് രാജീവ്. ഇതറിഞ്ഞതുകൊണ്ടാണോ അല്ലയോ എന്ന് അവനറിയില്ല. എന്തായാലും മാസങ്ങൾക്ക് ശേഷം റഫീഖ് ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു. രാജീവ് ആലോചനകളിൽ മുഴുകി നിൽക്കെ പിറകിൽ നിന്നും ഒരു കൈ അവൻ്റെ കണ്ണുകളെ മറച്ചു. മരിയ, വാടോ. അതും പറഞ്ഞ് അവൻ അവളെ മുന്നിലേക്ക് നിർത്തി. അവൾ ഒരു മോഡേൺ പെൺകുട്ടിയാണ്. കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കൂട്ടത്തിലാണ്. കാണാനും സ്മാർട്ടാണ്. എന്താ സാർ ഇത്ര ആലോചിക്കുന്നേ? മരിയ ചോദിച്ചു. ഒന്നുമില്ലടോ. അതും പറഞ്ഞ് രാജീവ് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഏതാടോ ഈ പുതിയ പെർഫ്യൂം? കൊള്ളാലോ, രാജീവ് ചോദിച്ചു. അത് കേട്ടതും അവൾ കുറച്ചുകൂടി രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ വേണ്ടടോ, നമ്മൾ വന്ന കാര്യം ആദ്യം കഴിയട്ടെ. സാറിൻ്റെ ഇഷ്ടം പോലെ. ഈ ബിസിനസ് ട്രിപ്പിൽ
എൻ്റെ ഒരു ആവശ്യമില്ലെന്നറിഞ്ഞിട്ടും സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിനു വേണ്ടി തന്നെയല്ലേ? മരിയ ചോദിച്ചു. ആ, എന്തായാലും വന്നതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. പോരാത്തതിന് ലാഭവും ഉണ്ടാവും. പിന്നെ നീ എൻ്റെ റൂമിലേക്ക് വരുന്നതും വേറെ ആരും കണ്ടില്ലല്ലോ? ഏയ് ഇല്ല, ആരും കണ്ടിട്ടില്ല. ഈ സാറിന് എന്ത് പേടിയാ? നിനക്കത് പറയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്നതല്ലേ. ഞാൻ മാരീഡാണ്. അതിനെന്താ സാറേ, സാറിന് ഇപ്പോഴും എന്നെയല്ലേ ഇഷ്ടം? അവർ സാറിന് ഇതറിഞ്ഞിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒളിച്ചു കളി അവസാനിപ്പിച്ച് അങ്ങ് ജീവിതം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എടോ, ഇതൊന്നും താൻ പറയുന്ന പോലെ അത്ര ഈസിയല്ല. ഇതെല്ലാം എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഡിവോഴ്സൊക്കെ ചെയ്താൽ അവൾക്ക് കുറേ ക്യാഷ് ഞാൻ കൊടുക്കേണ്ടി വരും നഷ്ടപരിഹാരമായി, രാജീവ് പറഞ്ഞു. ഓ, അപ്പം ഇത് എല്ലാ കാലത്തും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പായി കൊണ്ടുവരാനാണോ സാറിൻ്റെ പ്ലാൻ? ഹാ, താൻ ഡെസ്പാകല്ലേ. നമുക്കെല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം. ഈ സമയം രാജീവിൻ്റെ വീട്ടിൽ. ഈ പനിക്ക് വരാൻ കണ്ടൊരു സമയം. എവിടെയാണെങ്കിൽ ഒരു ടാബ്ലറ്റും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ലക്ഷ്മി പറഞ്ഞു. പെട്ടെന്നാണ് മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. അവൾ പുറത്തേക്കിറങ്ങി. പരിചയമില്ലാത്ത ബ്ലാക്ക് കളർ മഹേന്ദ്രയുടെ താർ വരുന്നത് കണ്ട് അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ ലക്ഷ്മി നോക്കി നിന്നു. ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാൾ നടന്നു വരുന്നു. അത് റഫീഖായിരുന്നു. അവൾ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. ഹലോ ലക്ഷ്മി, എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നേ? ലക്ഷ്മിക്ക് അപ്പോഴാണ് താൻ ആളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബോധം വന്നത്. ആ, നിങ്ങളോ? എന്താ വീണ്ടും വന്നത്? അതെന്താടോ, ഞാൻ വന്നത് തനിക്ക് ബുദ്ധിമുട്ടായോ? എനിക്ക് ഈ വഴി പോയിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ രാജീവിൻ്റെ നമ്പർ വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ പഴയ നമ്പറാണ് ഉള്ളത്. അത് ഇപ്പോൾ നിലവിലുമില്ല. ലക്ഷ്മിക്ക് അയാൾ പറയുന്നത് കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയെങ്കിലും അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. ഓക്കെ, താങ്ക്സ് ഡോ. അവൻ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. അവളാകെ വിളറിയിരിക്കുകയായിരുന്നു. എടോ ലക്ഷ്മി, താൻ ഓക്കെ അല്ലേ? മുഖം കണ്ടിട്ട് എന്ത് സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. ലക്ഷ്മിക്ക് അത് കേട്ട് ആശ്ചര്യം തോന്നി. താൻ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ സ്വന്തം ഭർത്താവായ രാജീവിനോട് പറഞ്ഞാൽ പോലും അതൊന്നും അയാൾ ഗൗനിക്കാറില്ല. എന്നാൽ എങ്ങനെയാ ഒരാൾ താൻ പറയാതെ തന്നെ തൻ്റെ മുഖം വായിച്ചറിയുന്നത്? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ പനി, അവൾ പറഞ്ഞു. ആണോ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? റഫീഖ് ചോദിച്ചു. അതിന് മാത്രം പനിയൊന്നുമില്ല, തനിയെ മാറിക്കോളും. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ, ലക്ഷ്മി പറഞ്ഞു. ശരി, എങ്കിലായിക്കോട്ടെ. ഇത്രയും പറഞ്ഞ റഫീഖ് ഇറങ്ങാൻ ഒരുങ്ങുന്നതിന് പിറകെ ലക്ഷ്മിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് വീഴാൻ പോയ അവളെ റഫീഖ് താങ്ങി പിടിച്ചു. അവളെ അവൻ സിറ്റ് ഔട്ടിലിരുത്തി അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത ലക്ഷ്മി നീട്ടി എഴുന്നേറ്റു. ലക്ഷ്മി, ഞാൻ പറഞ്ഞില്ലേ തനിക്ക് തീരെ വയ്യ. വാ, ഹോസ്പിറ്റലിൽ പോവാം. എൻ്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ടാക്സി ചാർജ് തന്നാൽ മതി. ഇങ്ങനൊരാളെ തനിച്ചാക്കി പോയാൽ എനിക്കൊരു സമാധാനവും കാണില്ല. അതുകൊണ്ടാ, പ്ലീസ് ഡോ, വാ. ശരി, ഓക്കെ. ഞാനൊന്ന് ഡ്രസ് ചേഞ്ചാക്കി വരാം, ലക്ഷ്മി പറഞ്ഞു. റഫീഖ് പുറത്ത് ലക്ഷ്മിയുടെ വരവും കാത്തിരുന്നു. 5 മിനിറ്റിന് ശേഷം ഒരു മഞ്ഞ കളർ ചുരിദാറും ധരിച്ച് ലക്ഷ്മി വന്നു. ഓ, ഇതെന്താ ഹോറിയോ? രാജുവിൻ്റെ ഒരു ഭാഗ്യം, റഫീഖ് മനസ്സിൽ പറഞ്ഞു. പോകാം, ലക്ഷ്മി ചോദിച്ചു. റഫീഖ് അവൾക്കായി വണ്ടി ഡോർ തുറന്നു കൊടുത്ത് വണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുത്തു. ലക്ഷ്മി, ഞാനും വന്നോട്ടെ? എന്തായാലും എനിക്ക് വേറെ തിരക്കൊന്നുമില്ല. വേണ്ട റഫീഖ്, നിങ്ങളിപ്പോൾ തന്നെ എനിക്ക് കുറേ ബുദ്ധിമുട്ടി. ലക്ഷ്മി, അതിന് ഞാൻ ഇതൊന്നൊരു ബുദ്ധിമുട്ടായി കരുതുന്നില്ലടോ. ഇപ്പോൾ ഇയാൾ ഡോക്ടറെ കണ്ടാൽ അഡ്മിറ്റ് ആണെന്നൊന്നും പറഞ്ഞാൽ കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? ഞാൻ തന്നെ വീട്ടുകാർ വരുന്നതുവരെ ഇവിടെ ഇരുന്നോളാം. ഇത് കേട്ടതും ലക്ഷ്മി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു. വാ, പോകാം, റഫീഖ് പറഞ്ഞു. ലക്ഷ്മി അവൻ്റെ പിറകെ നടന്നു. അങ്ങനെ റഫീഖും ലക്ഷ്മിയും ഡോക്ടറിൻ്റെ ക്യാമ്പിലേക്ക് കയറി. ഡോക്ടർ, റഫീഖ് വിളിച്ചു. ആ, കയറി വരൂ. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ആൾക്ക് നല്ല പനിയുണ്ട്. കുറച്ചു മുമ്പ് തലചുറ്റലും ഉണ്ടായിരുന്നു.
ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു. നിങ്ങൾ പേഷ്യൻ്റെ ഹസ്ബൻഡ് അല്ലേ? അത് കേട്ടതും ലക്ഷ്മി പെട്ടെന്ന് ഞെട്ടി. എന്നാൽ റഫീഖിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. യെസ് ഡോക്ടർ, റഫീഖ് പറഞ്ഞു. ലക്ഷ്മി തിരുത്താനൊരുങ്ങിയതും റഫീഖ് അവളുടെ കയ്യിൽ പിടിച്ചു. പേടിക്കേണ്ട, ഡീഹൈഡ്രേഷൻ ആയതാണ്, ട്രിപ്പ് ഇടേണ്ടി വരും. നിങ്ങൾ വൈഫിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഡോക്ടർ ചോദിച്ചു. അതെങ്ങനെയാ ഡോക്ടർ, പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞാനവളോട് ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കണമെന്നും ഫുഡ് ടൈമിൽ കഴിക്കണമെന്നും. ഒരു ശ്രദ്ധയുമില്ല. ലക്ഷ്മിക്ക് ഇതൊക്കെ കേട്ട് എന്താ പറയേണ്ടെന്നറിയാതെ പതറി നിന്നു. ലക്ഷ്മിയെ ട്രിപ്പ് ഇടാനായി കയറ്റി. റഫീഖ് അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾക്കായി കഴിക്കാൻ മീറ്റ് കുടിക്കാൻ വെള്ളവുമായി വന്നു. ആരുമല്ലാഞ്ഞിട്ട് പോലും റഫീഖ് അവൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം അവളുടെ സ്വന്തം ഭർത്താവ് ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കാര്യം ഞാൻ ഇന്നലെ രാജീവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. ആണോ? എന്നിട്ട് അവനെന്താ പറഞ്ഞേ? എന്നെ ഓർമ്മയില്ല അവന്? റഫീഖ് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ ആളെ പിടികിട്ടി. ഇപ്പോൾ കുറേയായി നിങ്ങളോട് മിണ്ടിയിട്ടെന്ന് പറഞ്ഞു. അത് ശരിയാ. അല്ല, അവൻ എന്തിൻ്റെ കേടാ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ പോയി കിടക്കുന്നേ? കൂടെ കൊണ്ട് പോയിക്കൂടായിരുന്നോ? അത് ബിസിനസ് ട്രിപ്പല്ലേ, അറിയാലോ. ജോലിയുടെ കാര്യത്തിൽ ആൾ സ്ട്രിക്റ്റാണ്. ഇതാ പറയണേ, എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ പടി കിട്ടിയാലുള്ള പ്രശ്നം. റഫീഖ് ഒന്ന് പിറുപിറുത്തു. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ലക്ഷ്മി ചോദിച്ചു. ഏയ് ഇല്ല. അതെ, ഇയാൾക്ക് വിഷമമായില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? റഫീഖ് അവളോട് ചോദിച്ചു. എന്താ? നിങ്ങൾ കുഞ്ഞിന് വേണ്ടി നോക്കുന്നില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖം വല്ലാതെയായി. ചോദിക്കണ്ടായിരുന്നുവെന്ന് റഫീഖിന് തോന്നി. അയ്യോ ലക്ഷ്മി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇയാളൊന്നും പറയണമെന്നില്ല. ഈ ചോദ്യമൊക്കെ ഇപ്പോൾ കേട്ടു മടുത്തു. അവൾ പറഞ്ഞു. നിങ്ങൾ ടെസ്റ്റ് ചെയ്തില്ലേ? അത് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്, ലക്ഷ്മി പറഞ്ഞു. ഓ, ആർക്കാ? ഇയാൾക്കാണോ? അല്ല, ഏട്ടന്. ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻസ്, പിന്നെ വർക്കൗട്ടും. ഇതൊന്നും വേറെ ആർക്കും അറിയില്ല. ഇനി നിങ്ങളായി വേറെ ആരോടും പറയരുത്, ലക്ഷ്മി പറഞ്ഞു. ഏയ് ഒരിക്കലും ഇല്ല. ഇത്രയും ദുഃഖത്തിലൂടെയാണ് ഇയാൾ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. റഫീഖ് പുറമെ സങ്കടം നടിച്ചെങ്കിലും ഉള്ളിൽ സന്തോഷിക്കായിരുന്നു. അപ്പോഴേക്കും ട്രിപ്പിട്ട് തീർന്നിരുന്നു. ട്രിപ്പിട്ട ശേഷം വേഗം തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി. ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം റഫീഖ് തന്നെ അടച്ചിരുന്നു. പോകുന്ന വഴിക്ക് ലക്ഷ്മി ചോദിച്ചു. നിങ്ങളെന്തിനാ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത്? അത് പിന്നെ അയാൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങനെയാ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയാം. ഡോക്ടർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കില്ലേ? എന്തായാലും അങ്ങനെ പറയണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്കും വീടെത്തിയിരുന്നു. ലക്ഷ്മി ഇറങ്ങി. താങ്ക്സ്, എനിക്ക് വേണ്ടി ഇതുപോലൊന്നും ആരും ഇതുവരെ ചെയ്തു തന്നിട്ടില്ല, ലക്ഷ്മി പറഞ്ഞു. എന്തിനാടോ താങ്ക്സ് ഒക്കെ? എനിക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാനും ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ആ ശരിയടോ. ഇതും പറഞ്ഞ് ലക്ഷ്മി തിരിഞ്ഞു നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ആ പപ്പായ റഫീഖ് കണ്ടത്. അവൻ അവിടേക്ക് തന്നെ നോക്കി നിന്നു. ഉഫ്, എന്താ ഇത്? എനിക്ക് ഇന്ന് വേറൊന്നും വേണ്ട. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും മടങ്ങി. അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.